ബ്രേക്ക്ഫാസ്റ്റിനിടയിൽ പെട്ടെന്ന് കുര്യൻ ധ്രുവിനോട് ചോദിച്ചു, നീ ഇവനെപ്പോലെ ഒന്നും ഒപ്പിക്കില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഇവരുടെ മാരേജിനൊപ്പം ഞാൻ നിൻ്റെയും നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നിനക്ക് പറ്റിയ നല്ലൊരു കുട്ടിയെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അത് കേട്ടതും ഫുഡ് നെറുകയിൽ കയറി ധ്രുവ് ചുമയ്ക്കാൻ തുടങ്ങി. പപ്പയുടെ പാചക കേട്ട് എന്തോ പോയ എന്തിനെപ്പോലെ ഇരിക്കുകയാണ് എബിയും ആമിയും. ധ്രുവ് വേഗം ആമിയുടെയും എബിയുടെയും മുഖത്തേക്ക് നോക്കി. പെട്ടു മോനെ പെട്ടു എന്ന പോലെ കാണിച്ചു. ജോസഫ് തുടർന്നു, എൻ്റെ ഫ്രണ്ട് ഒരു വാസുദേവൻ മേനോൻ. അയാൾക്ക് ഒരേ ഒരു മോളാണുള്ളത്. MA കഴിഞ്ഞ് നിൽക്കുകയാണവൾ. അവളെ നമുക്ക് നമ്മുടെ ധ്രുവിന് വേണ്ടി ആലോചിക്കാം. അത് വേണ്ട എബിയും ധ്രുവും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും കുര്യൻ രണ്ടാളെയും ഒന്ന് ഇരുത്തി നോക്കി. അപ്പോൾ നീയും കണ്ടുവച്ചിട്ടുണ്ട്? സോറി അങ്കിൾ, ഞാനല്ല, അച്ഛൻ കണ്ടുപിടിച്ചു. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. വൈഗ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാ. മോനെ ധ്രുവേ, കുര്യൻ നീട്ടി വിളിച്ചു. ഞാൻ നിൻ്റെ പപ്പയുടെ ചങ്കും ചങ്കിടിപ്പുമായിരുന്നു. നീ കണ്ടുപിടിച്ച് നിങ്ങളുടെ കൂടെ പഠിച്ച് നിങ്ങളുടെ എല്ലാം ബെസ്റ്റ് ഫ്രണ്ടും നിൻ്റെ ഗേൾ ഫ്രണ്ടുമായിരുന്ന വൈഗയെ, അവളെ നീ നിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ ജോലിയും വാങ്ങിക്കൊടുത്തു, അതും ആമി വഴി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കുര്യൻ പറഞ്ഞു. എബി, അതെ, ഇപ്പോൾ വളരെ ശരിയാണ്. ആമിക്ക് എബിക്കും അവിടെ നിന്നും ഇറങ്ങി ഓടിയാലോ എന്നുവരെ തോന്നിപ്പോയി. കുര്യൻ തുടർന്നു. അപ്പോൾ എപ്പോഴാണ് ഞങ്ങൾക്ക് ആ കൊച്ചിനെ ഒന്ന് കാണാൻ സാധിക്കുക? കുര്യനും മീരയും ചോദിച്ചു. ഇതേ സമയം ആരോ കോളിംഗ് ബെൽ അടിച്ചു. മത്തായി വാതിൽ തുറന്നു. മത്തായി പറഞ്ഞു, ഇതാരാ? വൈഗ മോളോ? എബി, സുഭാഷ്, ഇവൾക്ക് ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളണമായിരുന്നോ? ഇതാണ് പറയുന്നത്, വരുവാനുള്ളത് വരും, കറക്റ്റ് ടൈമിൽ ഓട്ടോയും വിളിച്ചു വരും എന്ന്. വൈഗ അകത്തേക്ക് കടന്നതും തിരക്കി ആമിയും എബിയും ധ്രുവും. ഇവരെല്ലാം ഇവിടെയും അത്തയച്ച. ധ്രുവ് തലയും താഴ്ത്തി അങ്ങനെ തന്നെ ഇരുന്നു. എബി, കർത്താവേ, ഇപ്പം ഇവിടെ ആരാ പടക്കം പൊട്ടിച്ച്? ഒരു ഓലക്കീഴും വാഴയിലയും എടുത്തു എന്നെ മൂടാൻ. കുര്യൻ 3 പേരുടെ മുഖത്തേക്ക് ഒന്ന് മാറി മാറി നോക്കി. കള്ളം പിടിക്കപ്പെട്ട പോലെ 3 പേരും തലയും താഴ്ത്തിയിരുന്നു. ഇനി എന്തേലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ധ്രുവ് പറഞ്ഞു. ഏയ്, ഇനി എന്ത് പറയാൻ? ധ്രുവ് അവിടെ നിന്നും എഴുന്നേൽക്കാൻ പോയതും കുര്യൻ, ഇരിക്കട അവിടെ, നീയെങ്കിലും എന്നോടെല്ലാം പറയുമെന്ന് ഞാൻ കരുതി. മാധവ്, അവൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. മേരിക്കൊച്ചേ, നീ പോയി ആ കൊച്ചിനെ അങ്ങ് കൂട്ടിക്കൊണ്ടുവാ, ഞാനൊന്ന് കാണട്ടെ. പറയേണ്ട താമസം. അവർ വൈഗയുടെ അടുത്തേക്ക് നടന്നു. മേരിയെ കണ്ടതും വൈഗ വിനയപൂർവ്വം എണീറ്റ് നിന്നു. കൊച്ചിന് എന്നെ മനസ്സിലായോ? അവൾ ആയി എന്ന് തല ചലിപ്പിച്ചു. എബിയുടെ മമ്മിയല്ലേ, എനിക്ക് എല്ലാവരെയും അറിയാം, മേരി അവളോട് ചോദിച്ചു. ഇങ്ങനെ, അത് ഞാൻ എബിയുടെ ഫോണിൽ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ആണോ? മോള് വാ, ഒരാൾക്ക് കൂടി മോളെ പരിചയപ്പെടാനുണ്ട്, എബിയുടെ പപ്പയ്ക്ക്. ഇപ്പോൾ മോളുടെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വൈഗ മേരിയെയും കൂട്ടി ഡൈനിങ് ഏരിയയിലേക്ക് കൊണ്ടുവന്നു. വൈഗയെ കണ്ടതും കുര്യന് അവളെ ഒരുപാട് ഇഷ്ടമായി. അവളുടെ വിനയം, അവളുടെ നടത്തം എല്ലാം അയാൾക്ക് കണ്ടു പോയിച്ചു. കുര്യൻ പറഞ്ഞു, വാ മോളെ, എവിടെയായി ഇരിക്കുക. അത് കേട്ടതും വൈഗ ഒരു ചമ്മലോടെ ധ്രുവിൻ്റെ അടുക്കലായിരുന്നു. അവൻ കുനിഞ്ഞു വന്ന് ആരും കേൾക്കാതെ അവളുടെ ചെവിയിലായി പറഞ്ഞു, ഇന്നലത്തേതുപോലെ നിൻ്റെ നാണം ഞാൻ മാറ്റി തരട്ടെ. അവൾ അവനെ കോർപ്പിച്ചൊന്ന് നോക്കി. നേരെയായിരുന്നു. കുര്യൻ തുടർന്നു, വൈഗ മോളെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ എന്ത് ചെയ്യുന്നു? അമ്മ, സഹോദരങ്ങൾ എല്ലാവരും? പെട്ടെന്ന് ധ്രുവ് ഇടയിൽ കയറി പറഞ്ഞു. അങ്കിൾ, വൈഗ ഓർഫനാണ്. ജന്മം കൊണ്ട്, പക്ഷേ കർമ്മം കൊണ്ട് അവൾക്ക് ഒരിക്കലും അനാഥയല്ല. അവൾക്ക് ഞാനുണ്ട്. ആ ഒരു മറുപടിയിൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കുര്യൻ പിന്നീട് ഒന്നും തന്നെ ചോദിച്ചില്ല. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും കുര്യൻ പറഞ്ഞു, കൊച്ചിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലല്ലേ ഇപ്പോൾ നിൽക്കുന്നത്? അതെ അങ്കിൾ, വൈഗ മറുപടി കൊടുത്തു. ഞാൻ വരുന്നുണ്ട് എൻ്റെ ധ്രുവമോന് വേണ്ടി പെണ്ണെ ചോദിക്കാൻ. അത് കേട്ടതും വൈഗ ഞെട്ടി ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് എബിയുടെയും ധ്രുവിൻ്റെയും മാരേജ് ഒരുമിച്ച് നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. കൊച്ചിന് എതിരഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം കേട്ടോ. ഞങ്ങൾ പണ്ടത്തെ ആളുകളാണ്. പക്ഷേ പെൺകൊച്ചുങ്ങളില്ലെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ നോക്കാറുണ്ട്. എബിയുടെ മൂത്തതുങ്ങൾ കെട്ടിക്കൊണ്ട് വന്നതും ഇതുപോലെ 3 മിടുക്കികളെയാണ്. ആമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുര്യൻ പറഞ്ഞു. വൈഗ എന്ത് പറയാൻ തുടങ്ങിയതും ധ്രുവ് ഇടയ്ക്കൽ പറഞ്ഞു, സമ്മതമെന്ന്. പറഞ്ഞതും വൈഗ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വൈഗ മോളെ, എനിക്ക് നിൻ്റെ സമ്മതമാണ് അറിയേണ്ടത്. അത് കേട്ടതും അവൾ ധ്രുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സമ്മതം ആണ് അങ്കിൾ എന്ന് പറഞ്ഞതും അവൻ ഈ ലോകം വെട്ടിപ്പിടിച്ചതുപോലുള്ള സന്തോഷമുണ്ടായി.
ധ്രുവിൻ്റെ കൈകൾ ടേബിളിനടിയിലൂടെ സഞ്ചരിച്ച് വൈഗയുടെ കയ്യിലായി പിടുത്തമിട്ടു. അവന് അപ്പോൾ അവളെ തനിയെ കെട്ടാൻ ആഗ്രഹിച്ചു. അവൻ അവളുടെ കൈകൾ മൃദുവായി തലോടി, ഒരു തൂവൽ കൊണ്ട് തഴുകും പോലെ. അവളുടെ മുഖം ചുവക്കാൻ തുടങ്ങി. അവൻ്റെ കൈ അവളുടെ കൈയുമായി കോർത്തു പിടിച്ചു, അവളും അത് ആഗ്രഹിച്ചതുപോലെ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് എണീറ്റു. എന്നിട്ടും ധ്രുവും വൈഗയും അവിടെ തന്നെ ഇരുന്നു. അവർ രണ്ടുപേരും എഴുന്നേറ്റതേയില്ല. അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. കൈ വിട് ധ്രുവ്, ആരെങ്കിലും കാണും, അവൾ അവനോടായി കെഞ്ചി. അവൻ കുനിഞ്ഞു വന്ന് അവളോടായി പറഞ്ഞു, വൈഗ, ഞാൻ നമ്മുടെ സീക്രട്ട് റൂമിൽ ഉണ്ടാവും, ഒന്ന് വാ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. ഇതേസമയം വിഷ്ണുവിൻ്റെ പുറകിലായി അവനെ ഫോളോ ചെയ്ത് നടക്കുകയാണ് പീറ്റർ. പീറ്റർ അവനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി. അവൻ്റെ സ്വഭാവം വെച്ച് ധ്രുവ് സാർ ഇവനെ എന്തൊക്കെ ചെയ്യുമോ ആവോ, പീറ്റർ മനസ്സിലായി പറഞ്ഞു. പീറ്റർ വിഷ്ണുവിനെ നോക്കി പറഞ്ഞു, പന്ന പട്ടി, കൊച്ചെന്നോ വലുതെന്നോ ഇല്ല ഇവന്. ഇങ്ങനെയുള്ളവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അതും പറഞ്ഞ് പീറ്റർ കൈമുഷ്ടി ചൂട്ടിപ്പിടിച്ചു. ധ്രുവ് അവൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ലൈബ്രറി റൂമിൽ വൈഗയും കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം അവൾ മേരിയുമായി പുറത്തു നിന്ന് അവളുടെ കൈയും പിടിച്ച് മേരി സംസാരിക്കുകയായിരുന്നു. ഓഫീസിൽ പോകാൻ എബി റെഡിയായി പുറത്തേക്ക് വന്നു. ധ്രുവിനെ അവിടെ കാണാതെ വന്നതും എബി ധ്രുവിനെ കോൾ ചെയ്തു. ഡാ, നീ എവിടാ? ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുക. അത് കേട്ടതും പൊട്ടി വന്ന ദേഷ്യം കണ്ണുകളടച്ച് നിന്ദിച്ച് അവൻ താഴേക്ക് ചെന്നു. അവിടെ മേരി ആൻറ്റിയുടെ കൈയും പിടിച്ച് നിൽക്കുന്ന വൈഗയെ അവൻ തറപ്പിച്ചു നോക്കി. എന്നിട്ട് ധ്രുവ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ആമിയും വൈഗയും എബിയും കാറിലേക്ക് കയറിയതും ധ്രുവ് കാർ മുന്നിലേക്കെടുത്തു. ധ്രുവ് കാറിൻ്റെ മുൻവശത്തുള്ള മിററിലൂടെ വൈഗയെ തന്നെ നോക്കുന്നുണ്ട്. അവൻ്റെ നോട്ടം അവൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത്രയും കാലം അവളെ സ്നേഹിച്ചിട്ടും കൂടെ നടന്നിട്ടും അവൾ നിന്ന് കേൾക്കാൻ കൊതിച്ച വാക്കാണ്. അതും അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സമ്മതിച്ചു തന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ചെക്കൻ അവളെ ഇങ്ങനെ നോക്കാതെ ഇരിക്കുന്നത്? ഓഫീസിലെത്തുന്നതും വരെ അവൻ്റെ കണ്ണുകൾ വൈഗയുടെ മുഖത്തായിരുന്നു. ധ്രുവ് കാറിൻ്റെ കീ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ച് തിരിഞ്ഞതും അവൻ്റെ ഫോണിലേക്ക് പീറ്ററിൻ്റെ കോൾ വന്നു. ധ്രുവ് കോൾ അറ്റൻഡ് ചെയ്തതും പീറ്റർ പറഞ്ഞു തുടങ്ങി, സർ, സാറിൻ്റെ വിഷ്ണു ശരിയായിരുന്നു. വിഷ്ണു അവൻ പക്ക ഫ്രോഡാണ്. അവനില്ലാത്ത ബിസിനസ് ഇല്ല. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഡ്രഗ്സും പെണ്ണുങ്ങളുമാണ്. വിഷ്ണുവിന് വൈഗ മഠത്തിൻ്റെ മേളിൽ ഒരു കണ്ണുണ്ട്. അതവൻ പബ്ബിലിരുന്ന് അവൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുന്നത് തൊട്ടടുത്ത ടേബിളിലിരുന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. ഞാൻ കേട്ടത് അത്. പിന്നെ അവൻ പറഞ്ഞ കാര്യങ്ങൾ അത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് സാറിനോട് പറഞ്ഞു കേൾപ്പിക്കുക? ധ്രുവിൻ്റെ മുഖത്ത് രക്തം ഇരിച്ചു കയറി. അവൻ പീറ്ററിനോട് പറഞ്ഞു, അവൻ എവിടെയുണ്ടെങ്കിലും പൊക്കിയേക്ക്. അവനെ ഇന്ന് തന്നെ എനിക്കെൻ്റെ മുന്നിൽ കിട്ടണം. എനിക്ക് അവനെ വേണം. അതും പറഞ്ഞ് ധ്രുവ് കോൾ കട്ട് ചെയ്തു.